സ്വരാജ് കോഴിമല റൂട്ടിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിൽ സ്വരാജിൽ നിന്നും കോഴിമലയ്ക്ക് തിരിയുന്ന റൂട്ടിലാണ് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിർമ്മൽ ഗ്ലാസ് ഹൗസ് നിയർ വാഴയിൽ സ്പൈസസ്, KP ബിൽഡിംഗ്, അശോക ജംഗ്ഷൻ, കട്ടപ്പന. വനമേഖലയോട് ചേർന്നുള്ള പാതയോരത്തും സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലുമാണ് വൻതോതിൽ മാലിന്യം തള്ളുന്നത്. മാലിന്യം കുന്നുകൂടിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തിയാണ് മാലിന്യം തള്ളുന്നത്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തി ഇവിടങ്ങളിൽ വൻതോതിൽ മാലിന്യം തള്ളി കടന്നുകളയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുക പോലും ചെയ്യാതെ മാലിന്യം താഴേക്ക് ഇറക്കിവെച്ച് അതിവേഗത്തിൽ പാഞ്ഞു പോകുന്നത് നാട്ടുകാരിൽ ചിലർ ദൃക്സാക്ഷിയാണ്. വീട്ടുമാലിന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, വീടുകളിൽ നിന്നുള്ള ഡയപ്പർ പോലുള്ള മാലിന്യ വസ്തുക്കളാണ് ഇവിടെ തള്ളുന്നവയിൽ ഏറെയും. മാലിന്യം പ്ലാസ്റ്റിക് കൂടുകളിലാക്കി വാഹനങ്ങളിലെത്തിച്ച് ഇവിടെ വലിച്ചെറിഞ്ഞ് രാത്രികാലങ്ങളിൽ ഇതുവഴി കടന്നുപോവുകയാണ് പതിവ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റോയ് എവറസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വരാജിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സ്ഥലത്തെത്തി പ്രതിഷേധം നടത്തി. തുടർന്ന് ഇവിടെ പരിശോധന നടത്തുകയും ഇവിടെ നിന്നും ലഭിച്ച ചില അഡ്രസ്സുകൾ പഞ്ചായത്ത് അധികൃതരെ ഏൽപ്പിക്കുകയും ചെയ്തു. സ്വരാജ് മുരിക്കാട്ടുകുടി റോഡിൽ നിരന്തരമായിട്ട് മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ നാളുകളായിട്ട് നമ്മളിവിടെ പല ബോർഡുകളൊക്കെ വെച്ചെങ്കിലും ഇതുവരെ അതിന് ഒരു തീരുമാനവുമായിട്ടില്ല. എന്നും സാമൂഹ്യ വിരുദ്ധർ നിരന്തരം ഏറ്റവും മോശകരമായിട്ടുള്ള പാഴ്വസ്തുക്കളാണ് ഈ റോഡിൽ കൊണ്ട് തള്ളുന്നത്. ഈ മാലിന്യം ശരിക്കും ഈ തൊട്ടടുത്തുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ഒരുപാടുണ്ട്, അതെല്ലാം മാലിന്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ളവർക്കൊക്കെ ഒരുപാട് രോഗങ്ങൾ വരെ വരാവുന്ന കാര്യങ്ങളാണ് ഈ സാമൂഹ്യ വിരുദ്ധർ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരാരൊക്കെയായാലും ഇവരെ കണ്ടുപിടിക്കും. പഞ്ചായത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് അധികൃതരെ അറിയിക്കും. അതോടൊപ്പം തന്നെ നാട്ടുകാരെല്ലാം ഒന്നിച്ച് ചേർന്നുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന്. വനമേഖലയോട് ചേർന്നുള്ള റോഡരികിലും സമീപത്തെ പുരയിടത്തിലേക്കുമാണ് വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കുന്നത്. ഇവിടെ മാലിന്യ നിക്ഷേപം പതിവായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ മാലിന്യങ്ങൾ വലിയ മഴവെള്ളം എത്തുമ്പോൾ ഒലിച്ച സമീപ ജലസ്രോതസ്സുകളിലേക്കും വീടുകളിലേക്കും എത്തുന്നത് പതിവാണ്. തൊഴിലാളികളും വിദ്യാർത്ഥികളും അടക്കം നൂറുകണക്കിന് യാത്രികരാണ് ദിവസേന ഇതുവഴി സഞ്ചരിക്കുന്നത്. മാംസാവശിഷ്ടങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങളാണ് നിക്ഷേപിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരോ സ്ഥലമുടമയോ ക്യാമറ സ്ഥാപിച്ചുവെങ്കിൽ മാത്രമേ രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ കഴിയൂ. ഇടുക്കി ലൈവ് ന്യൂസ്, അയ്യപ്പൻകോവിൽ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഇനി പ്രാർത്ഥനാ റൂമുകളും ചുമരുകളും വർണ്ണാഭമാക്കാം. 37 വർഷത്തെ സേവന പാരമ്പര്യവുമായി നിർമ്മൽ ഗ്ലാസ് ഹൗസ്. തേക്ക്, ഫൈബർ, അലൂമിനിയം എന്നിവയിൽ തീർത്ത ഫ്രെയിമുകൾ, ഒപ്പം ഫോട്ടോകൾ, കണ്ണാടികൾ, പ്രകാശിത രൂപങ്ങൾ, സ്റ്റാച്ചു, രൂപക്കൂടുകൾ, വാൾ സ്റ്റാൻഡുകൾ, ക്രിസ്മസ് സെറ്റുകൾ എന്നിവ ഗുണമേന്മയിലും വിലക്കുറവിലും തിരഞ്ഞെടുക്കാം. നിങ്ങൾക്കാവശ്യമായ അളവുകളിൽ എല്ലാത്തരം രൂപങ്ങളും ഉയർന്ന ഗുണമേന്മയിൽ ഫ്രെയിം ചെയ്തു നൽകുന്നു. 2 വർഷം ഗ്യാരണ്ടിയോടെ പ്രകാശിത രൂപങ്ങൾ, സ്വന്തം പണിശാലയിൽ തീർത്ത ഫോട്ടോ ഫ്രെയിമുകൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാം. നിർമ്മൽ ഗ്ലാസ് ഹൗസ് നിയർ വാഴയിൽ സ്പൈസസ്, KP ബിൽഡിംഗ്, അശോക ജംഗ്ഷൻ, കട്ടപ്പന.